ജെസ്സി ജോൺ ടീച്ചറിന്റെ കഥ എനിക്കൊന്നുറങ്ങണം. ഞാൻ ഈ കഥ വായിച്ചു തീർത്തപ്പോൾ ഇതൊരു കഥ മാത്രമായിട്ടല്ല തോന്നിയത്, മറിച്ച് ധാരാളം മനുഷ്യൻ അനുഭവിക്കുന്ന ഹൃദയവ്യഥയുടെ ഒരു വാഗ്മയസ്ത്രമായിട്ടാണ് എനിക്കിത് അനുഭവപ്പെട്ടത്. ധാരാളം കുടുംബങ്ങളിൽ അഭിനയം മാത്രം കാഴ്ചവെക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ. ഏതൊരു ബന്ധത്തിൻ്റെയും അടിസ്ഥാനം പരസ്പര സ്നേഹവും പരസ്പര വിശ്വാസവും പരസ്പര ബഹുമാനവുമാണ്. അത് നഷ്ടപ്പെടുമ്പോൾ പിന്നെ അഭിനയങ്ങൾ മാത്രമാണ്. അവിടെ പിന്നീട് വീർപ്പുമുട്ടലുകളായി നമ്മളെ കേൾക്കാൻ ആരുമില്ല, നമ്മളെ അംഗീകരിക്കാൻ ആരുമില്ല, ഒരു നല്ല വാക്ക് പറയാൻ, ഒന്ന് പുഞ്ചിരിക്കാൻ. അതിന് നമ്മുടെ തുണയായി നിൽക്കുന്നവർ തയ്യാറായില്ലെങ്കിൽ ആ സ്നേഹത്തിന് വേണ്ടിയുള്ള പാച്ചിലായിരിക്കും. മനുഷ്യൻ സ്നേഹിക്കാൻ ജന്മമെടുത്തവനാണ്. സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളത് അവൻ്റെ ജന്മലക്ഷ്യമാണ്. ആ സ്നേഹത്തിനു വേണ്ടി ആ കിട്ടുന്നിടത്തേക്ക് അവൻ പോകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഈ കഥയിലൂടെ തെളിഞ്ഞു വരുന്ന സന്ദേശം. വളരെ മഹത്തായ ഒരു മനോഹരമായ കഥ. എനിക്കൊന്നുറങ്ങണം. അനന്തു പതിവ് പോലെ ഇന്നും അവളെ കാണാനെത്തിയിരുന്നു. അവൾ തികച്ചും മ്ലാനവതിയായിരുന്നു. ഭദ്രൻ അവന്റെ കൈക്കുമ്പിളിൽ അവളുടെ മുഖം പിടിച്ചുയർത്തി. എന്നിട്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവന്റെ ആ നോട്ടം, അവളുടെ ഹൃദയ കവാടങ്ങൾ ഭദ്രയുടെ മനസ്സിൽ നേരത്തെ തണുപ്പ് അനുഭവപ്പെട്ടു. ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവന് കാണാമായിരുന്ന കണ്ണുകളിൽ ഒരു കായൽ. അവൻ ചോദിച്ചു, എന്തേ എൻ്റെ കൊച്ചിൻ്റെ സങ്കടം? അവൾ പരിസരം മറന്ന് അവൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്നു നിന്നു. ആ സമയം അവളുടെ മനസ്സിൽ ആ ലോകത്ത് അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താൻ വിവാഹിതയെന്നോ ഭർത്താവുണ്ടോ എന്നും മുതിർന്ന കുട്ടികളുടെ അമ്മയാണെന്നുമെല്ലാം അവൾ മറന്നു. അവൾ അവൻ്റെ നെഞ്ചിൽ തലചായ്ച്ച് പൊട്ടിപ്പൊട്ടി കരഞ്ഞു. കണ്ണുനീർ ചാലികൾ അവൻ്റെ മനസ്സിനെ നനച്ചിരുന്നു. എന്തിനോ അവൻ്റെ മനസ്സ് പിടഞ്ഞു. അനന്തു, അവൾ വിളിച്ചു, മരിക്കും മുമ്പ് എനിക്കൊന്നുറങ്ങണം. അതിന് നീ സഹായിക്കുമോ? സുന്ദരവും വൃത്തിയുള്ളതുമായൊരു ബെഡിൽ എൻ്റെ അരികിൽ മുടിയിഴകളെ തലോടി എല്ലാം മറന്നുറങ്ങണം. ഒരു പ്രാവശ്യം മാത്രം. മടുത്തു അനന്തു. ഞാനെന്ന സ്ത്രീയുടെ ശരീരത്തിൽ ഹോർമോണുകളുടെ വ്യതിയാനം സംഭവിച്ചപ്പോൾ ഏതൊരു സ്ത്രീക്കും പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ശാരീരികമായ മാനസികമായ വ്യതിയാനങ്ങൾ, മാറ്റങ്ങൾ അതെൻ്റെ ഭർത്താവിനിയിൽ നിന്നും അകറ്റി. ആ സമയത്തുണ്ടാകുന്ന ദേഷ്യം, സങ്കടം, അതൊക്കെ കുടുംബത്തോടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള അകൽച്ചയുടെ ഭാഗമായി കണ്ടു. വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹിതയായി. ജീവിതത്തിലെല്ലാം ഞെതിപ്പോടുകളുടെ അവസ്ഥകളും അദ്ദേഹത്തോടൊപ്പം നിന്ന് അവൻ്റെ കുട്ടികളെ പ്രസവിച്ച അമ്മയായി. കാലങ്ങൾ കൂടെ ഉണ്ടായിട്ടും എന്നെ മനസ്സിലാകാതെ ബിസിനസിന്റെ തിരക്ക് അഭിനയിക്കുകയും സ്വന്തം ഇണയുടെ മനസ്സിലെ നീറ്റലറിയാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വേറൊരിഷ്ടം കണ്ടെത്തുകയും ചെയ്തു. തൻ്റെ ആവശ്യങ്ങൾ സാധിച്ച് വീട്ടിൽ വരികയും ഒന്നും അറിയാത്തവനെ പോലെ ജീവിക്കുകയും ചെയ്യുന്നു. ആ മനുഷ്യന്റെ വഴിവിട്ട ബന്ധം മറച്ചു പിടിച്ച് കുട്ടികൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി മാതൃകാ ദമ്പതികളെ പോലെ ജീവിക്കുന്നു. ഇതെന്റെ മാത്രം അനുഭവമല്ല. ഇതുപോലെ മാതൃകാ ദമ്പതികൾ ഒരുപാടുണ്ട് നമുക്ക് ചുറ്റും. ഒരു രാത്രികളും തലയിണയിൽ മുഖമോർത്തി കരയുന്നത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന ഭർത്താക്കന്മാർ. കാലങ്ങൾ അനുസരണയില്ലാതെ ഓടിയകലുന്നു. ജീവിതത്തിൽ ഒരു പ്രണയം വേണം, അല്ലെങ്കിൽ ശ്വാസം പോലും നിലച്ചു പോകുന്നൊരു മാനസികാവസ്ഥ. ഒരു പക്ഷേ അല്ല, 100% സദാചാരങ്ങൾ തലപൊക്കിയേക്കാം. വാക്കുകൾ കൊണ്ട്, നോട്ടം കൊണ്ട് വലിച്ചു കയറും ആട്ടിൻ കുഞ്ഞിനെ വളയുന്ന ചെന്നായ്ക്കളെ പോലെ. ഒരു സാധാരണ സംഭാഷണത്തിൽ നിന്നും, ഒരു നോട്ടത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ് നമ്മുടെ ഈ സുഹൃത്ത് ബന്ധത്തിന്റെ വേലിക്കെട്ട് പൊട്ടിച്ചു കളഞ്ഞെന്റെ ഹൃദയത്തിൽ നീ ഇപ്പോൾ ചേർന്ന് നിൽക്കുന്നു. എന്റെ ചിന്തകൾ, ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ എല്ലാം മനസ്സിലാക്കാൻ നീ ഇന്നെന്റെ കൂടെയുണ്ട്. അനന്തു, എനിക്ക് നിന്നെ വേണം. നീ ഓക്കെയാണോ? ഞാനില്ലേ ഒപ്പം എന്ന ആ ചോദ്യം എന്നെ സുഹൃത്ത് ബന്ധത്തിൽ നിന്നും നിന്നിലേക്കുള്ള പ്രണയത്തിന്റെ നടപ്പാതയായിരുന്നു. ആ നടപ്പാതയുടെ ഇരുവശത്തും തുറച്ചു നോക്കുന്ന കണ്ണുകളുണ്ടെന്ന് എനിക്കറിയാം. ഈ പ്രണയം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ പറയുന്നത് തെറ്റാണോ ശരിയാണോ അറിയില്ല. പക്ഷേ മനസ്സൊരായിരം പ്രാവശ്യം പറയുന്നു ശരിയെന്ന്. എത്രയോ രാത്രികൾ തലയണയോട് ചോദിച്ചിരിക്കുന്നു, എന്താണ് ഇത്രയും ക്ഷീണം നിനക്ക് എന്ന്. മറുപടി പറയും, നീയല്ല, നിന്റെ മനസ്സാണ് തളർന്നും ക്ഷീണിച്ചുമിരിക്കുന്നതെന്ന്. കണ്ണുകൾ ഇറുകി അടച്ചിട്ടും ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾ. ശാന്തമായി ഉറങ്ങാൻ കഴിയുക എന്നൊരു ഭാഗ്യാവസ്ഥയാണ്. നല്ല സ്വപ്നങ്ങൾ പോലും എന്നിൽ നിന്നും പടിയിറങ്ങിപ്പോയിരിക്കുന്നു. അത് എന്നിൽ നിന്നും അന്യമായിരിക്കുന്നു.
പ്രിയപ്പെട്ടവനെ, നീ എന്നെ ഒന്ന് സഹായിക്കണം. എന്നെ അലട്ടുന്ന വേദനിപ്പിക്കുന്ന ചിന്തകളിൽ നിന്നും അല്പം ശാന്തത എനിക്ക് വേണം. അവസാനിപ്പിച്ചിടത്തു നിന്നും എനിക്ക് തുടങ്ങണം. ഇനിയും നീ ഉണ്ടല്ലോ എന്ന ചിന്ത ഇപ്പോൾ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. എന്റെ വേദനകളെ സുഖപ്പെടുത്തുവാൻ ആർക്കും സാധിക്കില്ല. പകരം നീ കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ തരണം ചെയ്യാൻ എനിക്ക് സാധിക്കും. അനന്തു, എനിക്ക് ആ വീടുമില്ലാതെ ശ്വാസം മുട്ടിക്കുന്നു. ഞാനും എൻ്റെ നിഴലും മാത്രമാണ് ഇപ്പോൾ ആ വീട്ടിൽ. സന്തോഷത്താൽ ചിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് പ്രാവശ്യം കണ്ണാടിയിൽ നോക്കി ചോദിച്ചിരിക്കുന്നു, ഭദ്ര, എത്ര കാലം നീ ഇങ്ങനെ ജീവിക്കും? ആത്മഹത്യ ഒരിക്കലും ഒന്നിനും പരിഹാരമല്ല. ഈ കാലം ഇത്രയും കൊണ്ട് നടന്ന നിന്റെ കുടുംബം മഹിമ, സഹനം എല്ലാം ആത്മഹത്യയുടെ ദുരൂഹതയിൽ നിന്നും ഇല്ലാതെയാകുന്നു. സദാചാരികൾ എന്തും പറയട്ടെ, പ്രണയം തെറ്റല്ല. ഒരു വ്യക്തിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ഹീറോ ആണ് പ്രണയം. പ്രണയം എന്നെ രക്ഷിച്ചോ എന്ന് ചോദിച്ചാലില്ല, പകരം എന്നിലെ എന്നെ കണ്ടെത്തുവാൻ സാധിക്കുന്നു. മോളെ, അവന്റെ ആദരമായ ശബ്ദം എൻ്റെ ചെവിയിൽ കുളിർത്തന്നലായൊഴുകി. നിനക്കുറങ്ങാൻ സാധിക്കാത്തതും മനസ്സ് തളർന്നിരിക്കുന്നതുമൊക്കെ ഞാൻ അറിയുന്നു. അല്പസമയം നിന്റെ ചിന്തകൾക്ക് വിരാമം കൊടുക്കൂ. ഇപ്പോൾ ശാന്തമായ കണ്ണുകൾ അടയ്ക്കുക. നിനക്കുറക്കം വരുന്നത് വരെയല്ല, ഉറങ്ങിക്കഴിഞ്ഞാലും തിരക്കുകൾ മാറ്റിവെച്ച് ഞാൻ നിന്റെ അരികിൽ ഉണ്ടാവും. അവരുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും സുരക്ഷിതത്വം അനുഭവപ്പെട്ടു. കട്ടിലിനരികെ അവരുടെ മുടിയിഴകളെ തലോടി അനന്തു ഭദ്രയുടെ ഉറക്കത്തിനായി കാത്തിരുന്നു. ഉറങ്ങട്ടെ, അവൾ ശാന്തമായി.